എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അത്തമാണ്. മലയാളികളുടെ ഓണം തുടങ്ങുന്നത് അത്തത്തിൽ നിന്നുമാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങളുടെ തുടക്കമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഇന്നൊരു മധുരത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അവൽ പായസമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത്തം മുതൽ തിരുവോണം വരെ ഓണത്തിനോടനുബന്ധിച്ചിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ ഓണ വീഡിയോകൾ കണ്ട് ആസ്വദിക്കൂ. എല്ലാവരോടും സ്നേഹം. ആദ്യം തന്നെ കുക്കറിൽ പാല് തിളപ്പിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു പിങ്ക് കളറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിൽ വെക്കുന്നത്. 6 കപ്പ് പാലാണ് നമ്മളിവിടെ എടുക്കുന്നത്, അതായത് 1.5 ലിറ്റർ പാല്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 2 കപ്പ് വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ആദ്യം തിളപ്പിക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര നമ്മൾ ചേർക്കുകയാണ്. പഞ്ചസാര കുറവാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് അവസാനം കുറച്ചുകൂടെ ചേർക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് 1 കപ്പാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. തിളപ്പിക്കുമ്പോൾ നമ്മൾ തിളപ്പിക്കാൻ വെക്കുന്ന സമയത്ത് ഇതൊരു കയ്യിൽ വെച്ചിട്ട് നമ്മളെപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ നോൺ വെജോ മറ്റുള്ള കാര്യങ്ങൾ കുക്ക് ചെയ്യുന്ന സ്പൂൺ ഇതിനകത്ത് ഉപയോഗിക്കരുത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടൊരു സ്പൂൺ ഇതിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ പെട്ടെന്ന് ശ്രദ്ധ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാല് തിളച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇത് നല്ലോണം തിളച്ച് വരുമല്ലോ. നല്ലോണം തിളച്ച് വരുമ്പോൾ തീ സിമ്മിലാക്കി വെക്കുക. സിമ്മിൽ എന്ന് പറഞ്ഞാൽ സിമ്മിനേക്കാളും കുറച്ച് ഒരു പടി മുകളിൽ, എന്നാൽ മീഡിയം ആവരുത്. അങ്ങനെ നമ്മൾ ആ ഒരു ലെവലിൽ വേണം വെക്കാനായിട്ട്. അത് വെച്ചിട്ട് നമ്മൾ കുക്കർ അടച്ച് അതിൻ്റെ വിസിലൊക്കെ ഇട്ടിട്ട് ഞാനിവിടെ 45 മിനിറ്റ്സ് ആണ് ആ ഒരു ഫ്ലെയിമിൽ നമ്മൾ നിർത്തിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 45 മിനിറ്റ് നേരം നമ്മൾ വേവിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ആഗ്രഹിച്ച പോലെയുള്ള ടെക്സ്ചറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു ചൂട് കട്ടിയുള്ള പാത്രം വയ്ക്കുക. അതിലേക്ക് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ച് കുറച്ച് ഉണക്കമുന്തിരി നമുക്കൊന്ന് വറുത്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കാഷ്യൂനട്ട് വറുത്തിടാം, അല്ലെങ്കിൽ ബദാം ചെറുതായിട്ട് അരിഞ്ഞിടാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ, ഇതൊന്നും ഇട്ടില്ലെങ്കിലും ഇതിന് ഒരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. അതേ നെയ്യിലേക്ക് 1 കപ്പ് സേമിയ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുക്കുക. എന്നിട്ടത് മാറ്റി വയ്ക്കുക. അതിനുശേഷം അതേ നെയ്യിലേക്ക് 1 കപ്പ് അവൽ, ഞാനിവിടെ വൈറ്റ് അവലാണ് എടുത്തിരിക്കുന്നത്. അതും തിന്നായിട്ടുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ അവൽ എടുക്കാം, ഇല്ലെങ്കിൽ തിക്കായിട്ടുള്ള വൈറ്റ് അവലും എടുക്കാം. ഇതിപ്പോൾ തിക്കായിട്ടുള്ള അതാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചധികം നേരം നമ്മളൊന്ന് വഴറ്റേണ്ടി വരും. തിന്നായിട്ടുള്ളതാണെങ്കിൽ ഞാൻ കുറച്ച് നേരം വഴറ്റുന്നുള്ളൂ, കാരണം അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഇനി നമ്മൾ അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കുക്കറിൽ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാല് കുറേശ്ശെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ സേമിയ ആദ്യം ഇതിലേക്ക് ഇടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സേമിയ കുറച്ച് നേരം എടുക്കും വേവാനായിട്ട്, അതായത് അധികം നേരമല്ല, ഒരു 10 മിനിറ്റ് നേരം. അപ്പോൾ നമ്മളത് പാൽ ഒഴിച്ചിട്ട് ഇതിൽ നമ്മൾ സേമിയ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. സേമിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ടേസ്റ്റ് നോക്കിയിട്ട് പഞ്ചസാര കുറവുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 വലിയ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ടോട്ടൽ 1 കപ്പും 2 വലിയ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടെ തിളപ്പിച്ചെടുക്കണം. 5 മിനിറ്റ് തിളപ്പിച്ച ശേഷം നമ്മൾ തീ ഓഫാക്കി വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ നമ്മളുടെ അവൽ-സേമിയ പായസം റെഡിയായി. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങളോട് പറയില്ലേ?